പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസമായി കർണാടക മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന കർണാടകത്തിലെ ഹാസൻ എന്ന് പറഞ്ഞ ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച അയാൾ നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മൾ കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലൊക്കെ ഒരുപാട് ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ കർണാടകത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള അത്ര അതിഭയാനകവും ഭീകരവുമായിട്ടുള്ള ഒരു ലൈംഗിക പീഡന കേസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. എന്താണ് ഈ കേസിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്? കർണാടകത്തിൽ നിന്നുള്ള രാഷ്ട്രീയ രംഗത്തെ അധികായനായിരുന്ന HD ദേവഗൗഡയുടെ ദേവഗൗഡ 1994 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 1992 കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളിൽ ഒരാളായ, രണ്ട് മക്കൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ പേര് HD രേവണ്ണ, രണ്ടാമത്തെ മകൻ്റെ പേര് HD കുമാരസ്വാമി. അതിൽ മൂത്ത മകനായിട്ടുള്ള HD രേവണ്ണയുടെ രണ്ട് മക്കളിൽ ഒരാൾ, ഒന്ന് സൂരജ് രേവണ്ണയും ഒന്ന് പ്രജ്വൽ രേവണ്ണയും. ആ രണ്ട് മക്കളിൽ ഇളയാളായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ എന്ന 33കാരൻ 2970 സ്ത്രീകളെ പീഡിപ്പിച്ചതിൻ്റെ വീഡിയോകൾ അദ്ദേഹം ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ആ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. സുഹൃത്തുക്കളെ, അത് ഞാൻ പറഞ്ഞില്ലേ, അത്യസാധാരണവും അഭൂതപൂർവവുമായിരുന്നു. ഒന്ന്, 2970 സ്ത്രീകൾ ആ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. രണ്ട്, ആ സ്ത്രീകളെ ആകെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അയാളോ അയാളുടെ അനുചരന്മാരോ വീഡിയോയിൽ പകർത്തുന്നു. ആലോചിച്ച് നോക്ക്. പീഡിപ്പിക്കുക മാത്രമല്ല, പീഡിപ്പിച്ചത് വീഡിയോയിൽ പകർത്തി വെക്കുന്നു. എന്തിനാണ്? അവരെ പിന്നെയും പീഡിപ്പിക്കാൻ. അതായത് 2016 2019 ഇടയിൽ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ കർണാടകത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ളതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെപ്പോലും അട്ടിമറിക്കുന്ന നിലയിൽ ഒരു വലിയ വിഷയമായി അത് മാറിയിരിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അതെടുത്ത് വലിയ തോതിൽ ഈ നരേന്ദ്രമോദിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. 4000 സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അയാൾക്ക് തെരഞ്ഞെടുപ്പ് ദിവസം, തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേന്ന് രാവിലെ 1 മണിക്ക് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കടക്കാൻ ആരനുവാദം നൽകിയെന്നാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചോദിക്കുന്നത്. ഈ സ്ത്രീ പീഡകന്, ഇത്രയധികം സ്ത്രീകളെ പീഡിപ്പിച്ച ഇയാൾക്ക് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള നയതന്ത്ര പാസ്പോർട്ട് ആരാണ് നൽകിയത് എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഇന്ന് ഇപ്പം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അയാൾ വിദേശത്താണ്. ഇപ്പോൾ മെയ് 15 അയാൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? ഇവിടെ 3 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിൽ 2 HD രേവണ്ണയ്ക്കെതിരായിട്ടാണ്. ഒന്ന്, ഒരു വനിതയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരു ആരോപണം, ഒരു FIRൻ്റെ കാരണം അതാണ്. അതുപോലെ തന്നെ വേറൊരെണ്ണം ഒരു ലൈംഗിക പീഡന കേസാണ്, ബലാത്സംഗ കേസാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോയപ്പെട്ട സ്ത്രീ ആ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് അവർ എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. HD രേവണ്ണയെ HD ദേവഗൗഡയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് എന്നുള്ളതാണ് പുതിയതായിട്ടുള്ള വിവരം. സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പെൻഡ്രൈവിലൂടെയാണല്ലോ ഇത് പുറത്തു വന്നത്. അപ്പോൾ ആ പെൻഡ്രൈവ് എങ്ങനെയാണ് പ്രജ്വൽ രേവണ്ണയിൽ നിന്ന് അത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിൽ എത്തിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള സംസാരങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളതിൻ്റെ ചില സൂചനകൾ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ മറ്റ് പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് ഇനിയും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പീഡനം നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പെൻഡ്രൈവ് എങ്ങനെ പ്രജ്വൽ രേവണ്ണയുടെ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെത്തി, അതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്
പ്രജ്വൽ രേവണ്ണയുടെ അല്ലെങ്കിൽ എച്ച് ഡി രേവണ്ണയുടെ വീട്ടിൽ ഏതാണ്ട് 13 വർഷക്കാലമായി ജോലി ചെയ്തിരുന്ന കാർത്തിക് ഗൗഡ എന്ന് പറയുന്നൊരു വ്യക്തി, അത് എച്ച് ഡി രേവണ്ണയുടെയും ഈ പ്രജ്വൽ രേവണ്ണയുടെയൊക്കെ കാറിൻ്റെ ഡ്രൈവറായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയും. അയാളുമായി ബന്ധപ്പെട്ടിട്ടാണ് സംശയത്തിൻ്റെ മുന ഇപ്പം നീണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എച്ച് ഡി രേവണ്ണയുടെ ഭാര്യ ഭവാനി രേവണ്ണയും മകൻ പ്രജ്വൽ രേവണ്ണയും കൂടി ചേർന്ന് എത്രയോ കുറേ സ്ഥലം വാങ്ങിയെന്നും ആ സ്ഥലം ഈ കാർത്തിക് ദേവഗൗഡ എന്ന് പറയുന്ന ഡ്രൈവറുടെ പേരിലാണ് അവർ ആ സ്ഥലം വാങ്ങിയതെന്നും വാങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ സ്ഥലം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കാർത്തിക് ഗൗഡ ആ സ്ഥലം തിരിച്ചു നൽകാൻ തയ്യാറായില്ലെന്നും അതിനെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും ആ വാക്കുതർക്കത്തെ തുടർന്ന് കാർത്തിക് ഗൗഡ ഈ പ്രജ്വൽ രേവണ്ണയ്ക്കും ഭവാനി രേവണ്ണയ്ക്കും എതിരായി കേസ് നിയമ നടപടികളിലേക്ക് നീങ്ങിയെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നീങ്ങിയ സമയത്ത് തൻ്റെ കയ്യിൽ പെൻഡ്രൈവ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു പെൻഡ്രൈവ് ഉണ്ടെന്നും ആ പെൻഡ്രൈവിൽ 1970 സ്ത്രീകളുമായുള്ള ലൈംഗിക പീഡനങ്ങളുടെ വിശദാംശങ്ങളുണ്ടെന്നുമുള്ള വിവരം കാർത്തിക് ഗൗഡ ദേവരാജ ഗൗഡ എന്ന് പറയുന്ന തൻ്റെ അഭിഭാഷകനെ അറിയിച്ചു എന്നുമുള്ള വിവരമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഈ ദേവരാജ ഗൗഡയുടെ പ്രത്യേകത എന്താ? ഈ ദേവരാജ ഗൗഡ എച്ച് ഡി രേവണ്ണ എന്ന് പറയുന്ന ദേവഗൗഡയുടെ മകനെതിരെ നിയമസഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനും കൂടിയായി. സ്വാഭാവികമായും അദ്ദേഹത്തിന് രേവണ്ണയോടൊരു വിരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കാർത്തിക് ഗൗഡ ഈ കേസുമായി ദേവരാജ ഗൗഡയെ സമീപിക്കുന്നത്. ദേവരാജ ഗൗഡ ആ പെൻഡ്രൈവ് കൈക്കലാക്കിയെന്നും ആ പെൻഡ്രൈവാണ് പിന്നെ ഗവൺമെൻറ് കേന്ദ്രങ്ങളിൽ എത്തിയത് എന്നുമുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ പെൻഡ്രൈവ് ഈ കാർത്തിക് ഗൗഡയിൽ നിന്ന് ശിവകുമാർ ഡി കെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ജ്യേഷ്ഠാനുജന്മാരുടെ കയ്യിലെത്തി എന്നും ഒരു അഭിപ്രായം ഉയർന്നു വരുന്നു. ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയാണ്. കർണാടകത്തിലെ ഏറ്റവും വലിയ ഒരു അധികായന്മാരിൽ ഒരാളാണ് ഡി കെ ശിവകുമാർ എന്ന് നമുക്കറിയാം. ഈ ഡി കെ ശിവകുമാറിൻ്റെ അനിയനാണ് ഡി കെ സുരേഷ് കുമാർ. ഈ ഡി കെ സുരേഷാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കർണാടകയിൽ നിന്ന് വിജയിച്ച ഏക MP. ആ MP-ക്കും ഈ ദേവഗൗഡ കുടുംബത്തോടും രേവണ്ണ കുടുംബത്തോടും വിരോധമുണ്ട്. കാരണം എന്താ? എച്ച് ഡി ദേവഗൗഡയുടെ മരുമകനാണെന്നാണ് തോന്നുന്നത് ഡോക്ടർ മഞ്ജുനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഡി കെ സുരേഷിനെതിരെ BJP ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഡി കെ സുരേഷിനും ഈ ദേവഗൗഡ കുടുംബത്തോട് വിരോധമുണ്ട്. ഡി കെ ശിവകുമാർ ആവട്ടെ കർണാടകത്തിലെ ഏറ്റവും അധികായനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഡി കെ ശിവകുമാറും ഡി കെ സുരേഷിൻ്റെയും കയ്യിൽ ഈ കാർത്തിക് ഗൗഡ വഴിയോ അല്ലെങ്കിൽ ദേവരാജ ഗൗഡ വഴിയോ ഈ പെൻഡ്രൈവ് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നും അത് എത്തിച്ചേർന്നതിനെ തുടർന്നാണ് ഇത് പിന്നീട് വൈറലായതെന്നും ഇത് പ്രചരിപ്പിക്കപ്പെട്ടതെന്നും ഉള്ള ഒരു വാദഗതിയും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഈ പ്രജ്വൽ രേവണ്ണ നടത്തിയിട്ടുള്ള ഈ അതിഭീകരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ അടങ്ങുന്ന ഈ പെൻഡ്രൈവ് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ ചർച്ചയാവുകയും അത് നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ മെയ് 15 തിരിച്ചു വരും എന്നാണെങ്കിലും അയാളെ നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ എക്സ്ട്രഡൈറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ വന്ന ഉടനെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എച്ച് ഡി രേവണ്ണ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് കോടതി അനുവദിക്കാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ കർണാടക സർക്കാർ ഇത് അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുകയും അയാൾ റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ രാഹുൽ ഗാന്ധി കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയോട് ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കർണാടക സർക്കാർ ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് എന്ന് ഇപ്പോൾ അറിയുന്നു ഏതാണ്ട് 400ഓളം സ്ത്രീകൾ പരാതിയുമായി കർണാടകത്തിലെ വനിതാ കമ്മീഷനെ സമീപിച്ചതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഏതായാലും ഈ പെൻഡ്രൈവ് ഉയർത്തിവിട്ടിട്ടുള്ള ഈ വിവാദം കർണാടകത്തിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി രൂപീകരിക്കപ്പെട്ട് അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയൊരു സുനാമിയായി മാറുകയും അത് നരേന്ദ്രമോദിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നിലയിലുള്ള ഒരു വലിയ സംഭവത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. കർണാടകത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് 7-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. 17 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ ഈ സംഭവം വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. BJP JDS സഖ്യത്തിന് വലിയ തിരിച്ചടി കർണാടകത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഉണ്ടാവാനിടയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നരേന്ദ്രമോദിക്കും രക്ഷപ്പെടാൻ പറ്റാത്ത വലിയൊരു കുടുക്കിൽ അദ്ദേഹം ചെന്നപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ സംരക്ഷകനായി അറിയപ്പെട്ടിരുന്ന നരേന്ദ്രമോദി എന്തിനാണ് പ്രജ്വൽ രേവണ്ണയെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല ഹാസനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ മോദി പ്രജ്വൽ രേവണ്ണയുടെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ പ്രജ്വൽ രേവണ്ണ എന്നോടൊപ്പം ലോക്സഭയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ഈ ഡ്രൈവറായിട്ടുള്ള കാർത്തിക് ഗൗഡയുടെ കയ്യിൽ ഈ പെൻഡ്രൈവ് ഉണ്ട് എന്നും ആ പെൻഡ്രൈവ് പുറത്തു വന്നാൽ അത് BJPക്ക് വലിയ നാണക്കേടുണ്ടാകുമെന്നും ഈ BJPയുടെ പ്രാദേശിക നേതാവ് ദേവരാജ ഗൗഡ മാസങ്ങൾക്ക് മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രയെ മാത്രമല്ല BL സന്തോഷ് എന്ന് പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറിയെ മാത്രമല്ല അമിത്ഷയെ പോലും മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നുവെന്നും അങ്ങനെ അറിയിച്ചിട്ടും ഇയാൾക്ക് മത്സരിക്കാനുള്ള അനുവാദം കൊടുത്തതിൽ നിന്ന് ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ സീരിയൽ റേപ്പിസ്റ്റിന് അയാൾ ചെയ്ത ഈ വൃത്തികേടുകളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ സീറ്റ് നൽകാൻ അനുവദിച്ചത് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ കർണാടകത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് BJPക്ക് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഉരുത്തിരിയാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിഭീകരമായിട്ടുള്ള പീഡനം ഒന്നല്ല 2 തവണ 2970 സ്ത്രീകൾ അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, അതുപോലെ തന്നെ ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ വിശദാംശങ്ങൾ അടങ്ങുന്ന വീഡിയോകൾ പ്രചരിപ്പിച്ചപ്പോൾ അവർ വീണ്ടും പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് നീതി കിട്ടണം എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കുമെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നീതി ലഭിക്കുമെന്നും ഇത് ചെയ്ത ആ നരാധമൻ ശിക്ഷിക്കപ്പെടുമെന്നും ഉറപ്പുവരികയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടത്. അതുണ്ടാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ.